എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് ആൻഡ് HTE റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയും, റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ, മാർക്ക് കൂടുമോ എന്നുള്ള വിദ്യാർത്ഥികളുടെ സംശയവും, അഥവാ മാർക്ക് കൂടിയാൽ അടച്ച പൈസ റീഫണ്ട് കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത്. കുറച്ച് നീളും വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് ആൻഡ് HTE റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയും, റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ, മാർക്ക് കൂടുമോ എന്നും, അതുപോലെ തന്നെ മാർക്ക് കൂടിയാൽ റീവാലുവേഷൻ കൊടുത്ത് മാർക്ക് കൂടിയാൽ അടച്ച പൈസ റീഫണ്ട് കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം 3rd സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആൻഡ് HTE റിസൾട്ട് ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചു. HTE വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ളവ റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു. ഇനി റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ഏതാണ്ട് BAയുടെ റിസൾട്ടുകൾ മാത്രം ആണ് വരാൻ ബാക്കിയുള്ളത്. അത് ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി. ആദ്യം നമ്മൾക്ക് അറിയേണ്ടത് റീവാലുവേഷനും ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടണിയും എന്താണെന്നാണ്. റീവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത്. നിലവിൽ സാധാരണഗതിയിൽ 2 ടൈപ്പ് വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ കൊടുക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾക്ക് ജയിക്കാൻ 16 മാർക്ക് വേണം. 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾക്ക് ജയിക്കാൻ 16 മാർക്ക് വേണം. എന്നാൽ നിങ്ങൾക്ക് 14 15 മാത്രമേ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ 16 മാർക്ക് വേണം പാസ്സാകാൻ. എന്നാൽ നിങ്ങൾക്ക് 14 15 മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജസ്റ്റ് ഫോർ ട്രൈ എന്ന് പറഞ്ഞ് റീവാലുവേഷൻ കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് 14 15 ഉണ്ട്, ഒരു മാർക്കിനോ 2 മാർക്കിനോ ആണ് ഞാൻ ഫെയിലായിപ്പോയത്. സപ്ലി എഴുതുവാണെങ്കിൽ ആദ്യമേ ഈ 16 മാർക്ക് എഴുതണം. എന്നാൽ റീവാലുവേഷൻ കൊടുത്ത് നോക്കാം, 1 മാർക്കോ 2 മാർക്കോ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയും സപ്ലിയിൽ നിന്നൊരു മോചനം കിട്ടിയാലോ എന്ന് കരുതി റീവാലുവേഷൻ കൊടുക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികളാണ് 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു 35 മാർക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ആ വിദ്യാർത്ഥിക്ക് ഒരു 25 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഒരു 25 30 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും പറയണം, 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി 35 മാർക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ആ വിദ്യാർത്ഥിക്ക് 25 30 മാത്രമാണ് ആ വിദ്യാർത്ഥിക്ക് ലഭിച്ചത്. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് തോന്നുവാണ്, ഞാൻ എഴുതിയത് വെച്ച് ഞാൻ നല്ല രീതിയിലാണ് എക്സാം എഴുതിയത്, അല്ലെങ്കിൽ എനിക്ക് എക്സാം എളുപ്പമായിരുന്നു, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സാമിൽ വന്നിരുന്നു, അങ്ങനെയെങ്കിൽ ഇത്രയും കുറവ് മാർക്ക് ലഭിക്കാൻ ഒരു സാധ്യതയില്ല. എനിക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടേണ്ടതാണ്. പേപ്പർ നോക്കിയപ്പോൾ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ റീവാലുവേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. വിചാരിച്ച മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ റീവാലുവേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്. ഈ 2 വിഭാഗം വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ കൂടുതലായി കൊടുക്കുക. അല്ലാത്ത വിദ്യാർത്ഥികളും കൊടുക്കുന്നില്ല എന്നല്ല. എന്നാൽ പോലും ഈ 2 വിഭാഗം വിദ്യാർത്ഥികളാണ് കൂടുതലായി കൊടുക്കുക. ഒന്ന് വിചാരിച്ച മാർക്ക് ലഭിക്കാതെ പോയ വിദ്യാർത്ഥിയും, പിന്നെ ഒരു മാർക്കിനോ 2 മാർക്കിനോ ഫെയിലായിപ്പോയ വിദ്യാർത്ഥികൾ. ഇനി ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോ കോപ്പി സാധാരണ കൊടുക്കാറുള്ള വിദ്യാർത്ഥികൾ എന്താണ്, വിചാരിച്ച മാർക്ക് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾ തന്നെയാണ് കൂടുതലായും ഫോട്ടോ കോപ്പിക്കും അപ്ലൈ ചെയ്യുന്നത്. ഈ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഈ ഫോട്ടോ കോപ്പി നിങ്ങളുടെ കോളേജിൻ്റെ അഡ്രസ്സിലേക്കോ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സിലേക്കോ ആണ് ഫോട്ടോ കോപ്പി എത്തുക. കോളേജിൻ്റെ അഡ്രസ്സിലേക്കോ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സിലേക്കാണ് ഫോട്ടോ കോപ്പി എത്തുക. അപ്പോൾ ഈ ഫോട്ടോ കോപ്പിയിലൂടെ നിങ്ങൾക്ക് ഒരു ഗുണമെന്ന് പറയുന്നത്, നിങ്ങളുടെ പേപ്പർ, നിങ്ങൾ പരീക്ഷാ ഹാളിൽ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടും. റിസൾട്ടിന് ശേഷമുള്ള കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മാർക്ക് കിട്ടുന്നത് കാണാം. ഞാൻ ആദ്യമേ പറഞ്ഞു, 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി 35 മാർക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ആ വിദ്യാർത്ഥിക്ക് 25 30 മാത്രമേ ആ വിദ്യാർത്ഥിക്ക് ലഭിച്ചുള്ളൂ. 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു 35 മാർക്ക് ആ വിദ്യാർത്ഥി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ വിദ്യാർത്ഥിക്ക് 25 30 മാത്രമേ ലഭിച്ചുള്ളൂ.
അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് തോന്നുകയാണ് ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ, ഇതിപ്പം ഞാൻ ഉത്തരം എഴുതി ഞാൻ ശരിയെന്ന് വിചാരിച്ച ഉത്തരം തെറ്റായി പോണോ, തെറ്റായി പോകണമെന്നല്ല, തെറ്റായി പോയതാണ്, ഞാൻ ശരിയെന്ന് വിചാരിച്ച ഉത്തരം തെറ്റായി പോയതാണോ, നോക്കി അധ്യാപകനാണോ തെറ്റുപറ്റിയത്, ആരുടെ ഭാഗത്താണ്, ഇപ്പം ഞാൻ എക്സ്പാക്ട് ചെയ്ത മാർക്കിൽ ഞാൻ ശരിയെന്ന് വിചാരിച്ച് എഴുതിയ ഉത്തരം തെറ്റായി പോയോ, അതുപോലെ തന്നെ നോക്കി അധ്യാപകൻ്റെ ഭാഗത്താണോ തെറ്റ് വന്നത്, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കാണണം, എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് കാണണം. ഇനി ഞാൻ എഴുതിയ ചില ചോദ്യങ്ങൾക്ക് മാർക്ക് ഇടാതെ പോയിട്ടുണ്ടോ, ഇട്ട മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള നിങ്ങളുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്കുള്ള ബെറ്റർ ഓപ്ഷനാണ് ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇനി സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ മാർക്ക് കൂട്ടി നോക്കുക മാത്രമാണ് ഇതിലൂടെ ചെയ്യുന്നത്. നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കിയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എൻ്റെ സ്വന്തം പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയിൽ വെച്ച് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കുന്നതന്നെയാണ്. കാരണം ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും അപേക്ഷിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും അപേക്ഷിച്ച് റീവാലുവേഷൻ തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫോട്ടോ കോപ്പി കൊടുത്ത് ഏതാണ്ട് 300 രൂപ 300 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് വേണ്ടി നൽകണം. ആ 300 രൂപ നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഫോട്ടോ കോപ്പി ലഭിക്കും. പിന്നീട് നിങ്ങൾ നോക്കുകയാണ്, അപ്പം ഞാൻ പറഞ്ഞു 40 മാർക്കിൻ്റെ എക്സാമിൽ 35 മാർക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് 25 30 മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ പേപ്പർ നോക്കി അത് നിങ്ങളുടെ അധ്യാപകനെ കൊണ്ട് വീണ്ടും പേപ്പർ നോക്കിപ്പിച്ചു, നിങ്ങളുടെ ഈ കോപ്പി കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് നോക്കാം, നിങ്ങളുടെ അധ്യാപകരെ കൊണ്ട് നോക്കിക്കാം. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾ വിചാരിച്ച 35 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചോ, പേപ്പർ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും അധ്യാപകർ വാല്യുവേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 25 മാർക്ക്, എന്നാൽ നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ നോക്കുമ്പോഴും നിങ്ങൾക്ക് 35 മാർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ മാർക്കിന് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലേക്ക് പുതിയതായി വരണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യണം, ആ പേപ്പർ വാല്യുവേഷൻ ചെയ്യണം. അപ്പോൾ യൂണിവേഴ്സിറ്റി ഈ ഫോട്ടോ കോപ്പി നിങ്ങൾ കൊടുത്തു, നിങ്ങൾക്ക് ഒന്നുകൂടെ പറയാം, റിസൾട്ട് വന്നപ്പോൾ 25 മാർക്കായിരുന്നു, 35 മാർക്ക് എക്സ്പെക്ട് ചെയ്തു, 40 മാർക്കിൻ്റെ എക്സാമിൽ 35 മാർക്ക് എക്സ്പെക്ട് ചെയ്തു, എന്നാൽ വിദ്യാർത്ഥിക്ക് 25 30 മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. വിദ്യാർത്ഥി ഫോട്ടോ കോപ്പി കൊടുത്തു, വിദ്യാർത്ഥിക്ക് ഫോട്ടോ കോപ്പി കയ്യിൽ ലഭിച്ചു. വിദ്യാർത്ഥി കൂട്ടി നോക്കുമ്പോഴും വിദ്യാർത്ഥിയുടെ കോളേജ് അധ്യാപകനെ കൊണ്ട് കൂട്ടി നോക്കിക്കുമ്പോഴും വിദ്യാർത്ഥി വിചാരിച്ച 35 മാർക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് ആ പേപ്പർ വാല്യുവേഷൻ നടത്തണമെങ്കിൽ വിദ്യാർത്ഥി റീവാല്യുവേഷൻ ഫീ ആയ 780 രൂപ, ഏതാണ്ട് 5 സെമ്മിൻ്റെ ഫീസാണ് 780 രൂപ. 3 സെമ്മുകാർക്കും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഏതാണ്ട് അതേ ഫീസ് തന്നെയായിരിക്കും, ചെറിയ എന്തെങ്കിലും മാറ്റം വന്നാലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ ആദ്യമേ 300-നടുത്ത് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിന് പുറമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ പേപ്പർ റീവാല്യുവേഷൻ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ 780 രൂപയോളം വേറെയും കൊടുക്കേണ്ടി വരും. അങ്ങനെ റീവാല്യുവേഷൻ നടത്താതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇപ്പം നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തു, നിങ്ങൾ വിചാരിച്ച മാർക്ക് ഫോട്ടോ കോപ്പി കൊടുത്തപ്പോൾ വന്നു, നിങ്ങൾ കൂട്ടി നോക്കുമ്പോഴോ നിങ്ങളുടെ കോളേജ് അധ്യാപകനെ കൊണ്ട് കൂട്ടി നോക്കിക്കുമ്പോഴോ നിങ്ങൾ വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു, എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ആ മാർക്കിനോട് അതായത് ആ മാർക്കിൻ്റെ അടുത്ത് പോലും എത്താത്തൊരു മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത്. റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന മാർക്ക് കുറവാണ്. ആ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന മാർക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റി പേപ്പർ വാല്യുവേഷൻ ചെയ്യണം. അപ്പം നിങ്ങൾ നോക്കി നിങ്ങളുടെ കോളേജ് അധ്യാപകരെ കൊണ്ട് നോക്കിച്ചു, കാര്യമില്ല. ആ മാർക്ക് റിസൾട്ടിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റി ആ പേപ്പർ എന്ത് ചെയ്യണം, വാല്യുവേഷൻ ചെയ്യണം. അന്നേരം നിങ്ങൾ യൂണിവേഴ്സിറ്റിയോട് റിക്വസ്റ്റ് ചെയ്യുകയും നിങ്ങൾ റീവാല്യുവേഷൻ ഫീ അടച്ച് നിങ്ങളുടെ പേപ്പർ റീവാല്യുവേഷനായി യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഒന്ന് കൂട്ടി നോക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ പറയുവാണ് 10 മാർക്കിൻ്റെ എക്സാം എന്ന് വിചാരിച്ചോ, 5 ചോദ്യമുണ്ട്. അപ്പോൾ 10 മാർക്കിൻ്റെ എക്സാം 2 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ. അപ്പോൾ 2 4 6 8 10 2 4 6 8 10 കൂട്ടി നോക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സ്ക്രൂട്ടണിലൂടെ ക്ലെയിം ചെയ്യാൻ സാധിക്കുക. നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സ്ക്രൂട്ടണിലൂടെ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അതിന് ഏതാണ്ട് 200-നടുത്ത് രൂപയെങ്ങാണ്ട് നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വന്തം പേഴ്സണൽ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, ഞാൻ എപ്പോഴും റീവാല്യുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും ഞാൻ എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ ഒരിക്കലും ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും സപ്പോർട്ട് ചെയ്യില്ല. ഇത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കുന്ന ഫോട്ടോ കോപ്പിയുടെയും സ്ക്രൂട്ടണിയുടെയും അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയൊന്നുമല്ല. ഇത് ഞാൻ എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം, എൻ്റെ ഇൻഡിവിജ്വൽ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ റീവാല്യുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയെക്കുറിച്ച് ഈ വീഡിയോയിൽ വ്യക്തമായി മനസ്സിലാക്കി. ഇനി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ പേപ്പർ റീവാല്യുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി എന്ത് ചെയ്യണോ,
കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഫോട്ടോ കോപ്പിയും സ്കൂട്ടറിനെയും കൊടുക്കാം. ഞാൻ എപ്പോഴും റീവാലുവേഷനെ മാത്രമേ എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ റീവാലുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം റീവാലുവേഷനിലൂടെ ആകുമ്പോൾ നമ്മുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയമാണ് നടത്തുന്നത്. വിദ്യാർത്ഥിക്ക് പുനർമൂല്യനിർണ്ണയമാണ് റീവാലുവേഷനോട് ലഭിക്കുക. ഫോട്ടോ കോപ്പി സ്കൂട്ടറിനെ കൊടുക്കുന്നതിലൂടെ ആ ഗുണം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നില്ല. പിന്നീട് പേപ്പർ വാല്യുവേഷൻ നടത്തണമെങ്കിൽ റീവാലുവേഷനായി വീണ്ടും കൊടുക്കേണ്ടി വരും. അതിലും ഭേദം ആദ്യം റീവാലുവേഷൻ കൊടുക്കുന്നതല്ലേ. എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ റീവാലുവേഷനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ പേപ്പറാണ്, നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ റീവാലുവേഷനും ഫോട്ടോ കോപ്പി സ്കൂട്ടറിനെയും കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ റീവാലുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഞാൻ റീവാലുവേഷനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. വിദ്യാർത്ഥികൾക്ക്, നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം ഏത് കൊടുക്കണം ഏത് കൊടുക്കണ്ട എന്നുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത്. ഞാൻ നിങ്ങളോട് റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാനല്ല ശരിക്കും അവിടെ ഉത്തരം പറയേണ്ടത്, നിങ്ങളാണ് അതിന് ഉത്തരം നൽകേണ്ടത്. കാരണം പരീക്ഷ എഴുതിയതാരാ? നിങ്ങളാണ്. നിങ്ങളുടെ പേപ്പറിൽ റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ റീവാലുവേഷൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പുനർമൂല്യനിർണ്ണയമാണ്. ആ പേപ്പർ വീണ്ടും വാല്യുവേഷൻ നടത്തും. അപ്പോൾ നിങ്ങൾ ഈ റീവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് എന്നോട് വിദ്യാർത്ഥികൾ ചോദിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ തംബ്നെയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ അതിന് ശരിക്കുമുള്ള ഉത്തരം പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പം നിങ്ങൾക്കാണ് അറിയുന്നത്, നിങ്ങൾ എഴുതിയ പേപ്പറാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് വന്ന് 40 മാർക്കിൻ്റെ എക്സാമിൽ ആ വിദ്യാർത്ഥിക്ക് ഒരു 20 മാർക്ക് കിട്ടി. ആ വിദ്യാർത്ഥിക്ക് റീവാലുവേഷൻ കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥി ആ 20 മാർക്ക് കൂടുകയോ ഇല്ലയോ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ആ 40 മാർക്കിൻ്റെ എക്സാമിൽ 20 മാർക്ക് വിദ്യാർത്ഥിക്ക് കിട്ടി. ആ വിദ്യാർത്ഥി റീവാലുവേഷൻ കൊടുക്കണോ വേണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? പരീക്ഷ എഴുതാരാ? ആ വിദ്യാർത്ഥിയാണ്. ആ 20 മാർക്ക് എന്നുള്ളത് കൂടുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കേ പറയാൻ പറ്റൂ? ആ വിദ്യാർത്ഥിക്കേ പറയാൻ പറ്റൂ. കാരണം ആ വിദ്യാർത്ഥിയല്ലേ പരീക്ഷ എഴുതിയത്. ഇപ്പോൾ ആ വിദ്യാർത്ഥി എന്നോട് വന്ന് 20 മാർക്ക് സാർ എനിക്കുള്ളൂ, ഞാൻ റീവാലുവേഷൻ കൊടുത്താൽ കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? പക്ഷെ നമുക്ക് വേറെ തരത്തിൽ പറയാം. നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമിൽ 16 മാർക്ക് ജയിക്കാൻ വേണം, എന്നാൽ നിങ്ങൾക്ക് 14 15 കിട്ടിയുള്ളൂ. 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് 16 മാർക്ക് ജയിക്കാൻ വേണം, എന്നാൽ നിങ്ങൾക്ക് 14 15 കിട്ടിയുള്ളൂ. അങ്ങനെയുള്ള വിദ്യാർത്ഥി എന്നോട് റീവാലുവേഷൻ കൊടുത്താൽ, സാർ റീവാലുവേഷൻ ഞാൻ കൊടുത്താൽ ജയിക്കുമോ? എനിക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് പോയത്, അപ്പോൾ ഞാൻ റീവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പം നമുക്കൊരു സാധ്യത പറയാൻ സാധിക്കും. നീ റീവാലുവേഷൻ കൊടുത്ത് നോക്ക്. ചിലപ്പോൾ എന്ത് ചെയ്യാം, 1 മാർക്കല്ലേ അല്ലെങ്കിൽ 2 മാർക്കല്ലേ, ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. 1 മാർക്കല്ലേ 2 മാർക്കല്ലേ, ചിലപ്പോൾ എന്ത് ചെയ്യും, കൂടി കിട്ടിയേക്കാം. അല്ലാതെ ഇപ്പോൾ 20 മാർക്ക് കിട്ടുന്നൊരു വിദ്യാർത്ഥിക്ക്, 40 മാർക്കിൻ്റെ എക്സാമിൽ 20 മാർക്ക് കിട്ടുന്നൊരു വിദ്യാർത്ഥിക്ക്, ആ വിദ്യാർത്ഥി പാസ്സായി കഴിഞ്ഞു, ഇനി ആ വിദ്യാർത്ഥിയുടെ മാർക്ക് കൂടുമോ ഇല്ലയോ എന്നുള്ളത് ആ വിദ്യാർത്ഥിക്ക് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുത്തോ. മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കുക, ബെറ്റർ ഓപ്ഷനാണ്. മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കുക. ഇനി മാർക്ക് കൂടിയാൽ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഒരു ന്യായമായ അഭിപ്രായം തന്നെയാണ്. 780 രൂപയും കണ്ടാണ് റീവാലുവേഷൻ ഫീസ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 8 മുതൽ, എനിക്ക് എത്ര മാർക്കാണെന്ന് കൃത്യം ഓർമ്മയില്ല, എന്നാൽ പോലും 8 to 10 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് കൂടിയാൽ നിങ്ങൾക്ക് അടച്ച പൈസ റീഫണ്ട് കിട്ടും. 8 to 10 മാർക്കിന് നിങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് 40 മാർക്കിൻ്റെ എക്സാമിൽ 20 മാർക്കാണ് ആ വിദ്യാർത്ഥിക്ക് കിട്ടിയത്. വിദ്യാർത്ഥി റീഫണ്ട് കൊടുത്തു. വിദ്യാർത്ഥിക്ക് 28 30 മേലെ കൂടുവാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് പൈസ റീഫണ്ട് കിട്ടും. അത് ആ വിദ്യാർത്ഥിക്ക് 20 മാർക്കാണ് റീവാലുവേഷന് മുമ്പ്, റീവാലുവേഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ 28 30 ആ വിദ്യാർത്ഥിക്ക് കിട്ടി, 28 30 അതിന് മേലേക്കോ കിട്ടി. അങ്ങനെയെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് എമൗണ്ട് റീഫണ്ട് കിട്ടും. 28 30 20 മാർക്ക് ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നു, ആ വിദ്യാർത്ഥിക്ക് റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ 28 30 അതിന് മേലേക്കോ കിട്ടി. അങ്ങനെയെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് റീഫണ്ട് കിട്ടും. എന്നാൽ 8 മാർക്കിന് താഴെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് കൂടും. 8 മാർക്കിന് താഴെയാണ് കൂടുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ആ 40 മാർക്കുള്ള വിദ്യാർത്ഥി 40 മാർക്കിൻ്റെ എക്സാമിൽ 20 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിക്ക് റീവാലുവേഷൻ കൊടുത്തു. ഇനി ആ വിദ്യാർത്ഥിക്ക് 21 ആയാൽ പോലും, 20 മാർക്ക് ഉണ്ടായിരുന്നു, അത് 21 ആയി എന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ ഗ്രേഡ് കൂടും, ചെറിയ രീതിയിൽ ഗ്രേഡ് കൂടും.
പക്ഷേ റീഫണ്ട് കിട്ടില്ല. 8 ടു 10 മാർക്കിന് മുകളിൽ കൂടിയാലാണ് റീഫണ്ട് കിട്ടുക. 8 ടു 10 മാർക്കിന് മുകളിൽ കൂടിയാലാണ് റീഫണ്ട് കിട്ടുക. അത് നിങ്ങൾക്ക് റീഫണ്ട് പോളിസി എന്ന് പറഞ്ഞൊരു സർക്കുലർ ലഭ്യമാകും. അത് വായിച്ച് നോക്കിയാലാണ് കൃത്യമായി മനസ്സിലാകുക 8 ആണോ 10 ആണോ കൂടേണ്ടതെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 8 ടു 10 മാർക്കാണ് കൂടേണ്ടത്. നിങ്ങൾക്ക് വ്യക്തമായി നോക്കുക. ഞാൻ നോക്കിയില്ല, അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായി പറയാൻ പറ്റുന്നത്. 8 ടു 10 മാർക്ക് എന്തായാലും കൂടണം. തീർച്ചയായും നിങ്ങൾക്ക് മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ടിട്ട് ഇനിയും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ വീഡിയോ കേട്ട് നോക്കുക. ഞാൻ പറയുന്നു, ഈ വീഡിയോ നിങ്ങൾ 15 മിനിറ്റ് കേട്ടു, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കേട്ട് നോക്കുക. എന്നിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ സംശയം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.